കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇന്ന് രണ്ടറ്റങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു വശത്ത് തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ വികസന നേട്ടങ്ങൾ എന്ന പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. മറുവശത്ത് കേന്ദ്രത്തിലെ അധികാര ബലം ഉപയോഗിച്ച് BJP കേരളത്തിനൊരു പുതിയ വികസന മാതൃക വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഈ രണ്ട് വാദങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന കേരള ജനത ചോദിക്കുന്നത് ഒരു ലളിതമായ ചോദ്യമാണ്: യഥാർത്ഥ വികസനം എവിടെ? നിലവിലെ LDF സർക്കാരിന്റെ ഭരണകാലത്ത് ചില അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പാക്കിയെന്നത് നിഷേധിക്കാനാവില്ല. റോഡുകൾ, ഗതാഗതം, ഡിജിറ്റലൈസേഷൻ, ലൈഫ് പദ്ധതി തുടങ്ങിയവ സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ വികസനം വെറും കണക്കുകളിലോ ഉദ്ഘാടന വേദികളിലോ ഒതുങ്ങുമ്പോൾ സാധാരണ ജനജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അതേപടി തുടരുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനാവാത്തത്, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവാത്തത്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത്, ഭരണ സംവിധാനത്തിലെ അഴിമതി വിമർശനങ്ങൾ, ഇതൊക്കെ ചേർന്നാൽ LDF സർക്കാരിന്റെ വികസനവാദം പൂർണ്ണമാകുന്നില്ല. വികസനമുണ്ടെങ്കിൽ അതിന്റെ നേട്ടം എല്ലാവർക്കും അനുഭവപ്പെടണം, അല്ലെങ്കിൽ അത് സർക്കാർ രേഖകളിൽ ഒതുങ്ങുന്ന അവകാശവാദം മാത്രമായി മാറും. അതേസമയം ഈ പരാജയങ്ങളെ ചൂണ്ടിക്കാട്ടി BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിന് മറ്റൊരു വികസന വഴിയുണ്ട് എന്ന വാദവുമായി രംഗത്തെത്തുകയാണ്. ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ തകർത്തുവെന്നാണ് അവരുടെ ആരോപണം. എന്നാൽ BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകയെ പരിശോധിക്കാതെ ആ വാദം അംഗീകരിക്കാനാവില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. കുടിവെള്ളം പോലും സുരക്ഷിതമല്ലാത്ത നഗരങ്ങൾ, വായുമലിനീകരണം മൂലം ശ്വാസം മുട്ടുന്ന ജനജീവിതം, സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ദുരന്തങ്ങൾ, ഓക്സിജൻ ഇല്ലാതെ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങൾ, ഇതൊക്കെ വികസനത്തിന്റെ വിലയായി അവതരിപ്പിക്കാനാവില്ല. വികസനം മനുഷ്യന്റെ ജീവനും ഡിഗ്നിറ്റിയും സംരക്ഷിക്കേണ്ടതാണ്, അല്ലാതെ കണക്കുകളുടെ വിജയാഘോഷമാകരുത്. കേന്ദ്ര സർക്കാരിന്റെ സമീപനം കേരളത്തോടുള്ളതും ചോദ്യം ചെയ്യപ്പെടണം. സാമ്പത്തിക സഹായത്തിൽ അവഗണന, ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന നയങ്ങൾ, സംസ്ഥാനാവകാശങ്ങളിൽ ഇടപെടൽ, ഇതൊക്കെ കേരളത്തിനൊരു മുന്നറിയിപ്പാണ്. വികസനം വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന സമീപനം എങ്ങനെ ന്യായീകരിക്കാം? അതിനാൽ കേരളത്തിന് മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് LDFും BJPയും പറയുന്നത് പോലെ ലളിതമല്ല. LDFന്റെ വികസനവാദം ചോദ്യം ചെയ്യപ്പെടണം. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ അനുവദിക്കരുത്. അതേസമയം BJP അവതരിപ്പിക്കുന്ന വികസന സ്വപ്നം മറ്റു സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കർശനമായി വിലയിരുത്തപ്പെടണം. കേരളം ഒരിക്കലും വികസന വിരുദ്ധമല്ല. എന്നാൽ മനുഷ്യകേന്ദ്രീതമായ സാമൂഹിക നീതിയുള്ള ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന വികസനമാണ് കേരളം ആവശ്യപ്പെടുന്നത്. ആ മാനദണ്ഡം പാലിക്കാത്തവർ, അവർ ഇടതായാലും വലതായാലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം. ഇതാണ് കേരളത്തിന്റെ ശക്തി. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.